ചവിട്ടിക്കൊക്കെ 20 അല്ലേ? ഇതൊക്കെ 99 അല്ലേ? എന്നിട്ട് 49 319 ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരെന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു മഹാത്ഭുത ഷോപ്പാണ്. ഇത് ഓപ്പൺ ആയിട്ട് കുറേ ദിവസമായി, കുറേ മാസമൊക്കെ ആവണു. അപ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കയറിപ്പോയപ്പോൾ ഷർട്ടിൻ്റെ കളക്ഷനായിരുന്നേ. ഷർട്ട്, കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുകൾ, പിന്നെ ഗേൾസിന് പറ്റിയ ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഗേൾസിന് പറ്റിയ ടോപ്പുകൾ അതിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 99 രൂപ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ടോപ്പിനൊക്കെ റേറ്റ് വന്നേക്കുന്നത് 129 രൂപ റേറ്റാണ്. 129 കുറേ കളക്ഷനുണ്ട്. ഒറ്റ കളർ ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതേ ചെക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്, ഒരേ കളറ് തന്നെയാണ്. ഒരേ കളറല്ല, പല കളറുകളിൽ പറ്റിയ ടൈപ്പിലെ ടോപ്പുകളാണ്. പിന്നെ ഞാൻ നോക്കിയത് പലാസ സെറ്റിലേക്കാണ്. പലാസ സെറ്റിന് റേറ്റ് വരുന്നത് 99 രൂപ റേറ്റാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 149 രൂപ റേറ്റ് വരുന്ന ടോപ്പ് ഇങ്ങനത്തെ മോഡലിലാണ്. അപ്പോൾ ഇത് കുറേ കളറുകളുണ്ട്, ഇതിൽ തന്നെ കുറേ കളക്ഷനുകളും ഉണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ വലിയൊരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, വലിയ കളക്ഷൻ തന്നെയാണ്. ആ ഗ്രീൻ കളറിലെ ടോപ്പിൽ അതിനൊക്കെ റേറ്റ് വരുന്നത് 149 രൂപയാണ്. അപ്പോൾ എനിക്ക് ആ ടോപ്പ് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ടോപ്പിനൊക്കെ റേറ്റ് വരുന്നത് 249 രൂപയാണ്. ഇതിൻ്റെ തുണി വന്നിട്ട് റയോൺ ടൈപ്പ് തുണിയാണ് വന്നിട്ടുള്ളത്. ഇത് കോട്ടൺ ടൈപ്പുമാണ്. 2 ടൈപ്പിലെ തുണിയുണ്ട് 249 രൂപ കളക്ഷനിൽ തന്നെ. ഇതിൽ തന്നെ കലങ്കാരി മോഡൽ ഡ്രസ്സും ഉണ്ട്. കലങ്കാരി ടൈപ്പിലെ കോട്ടൺ മോഡലിലെ ഡ്രസ്സാണ് ഇതൊക്കെ. ഇതിനും റേറ്റ് വരുന്നത് 249 രൂപയാണ്. പല റേറ്റ് വരുന്നുണ്ട്, 99, 129, 149 അങ്ങനെ പല റേറ്റ് വരുന്നുണ്ട്. 249 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 149 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ 149 രൂപ ഉള്ളെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നല്ല ഡ്രസ്സ് തന്നെയാണ്. ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. കോട്ടൻ്റെ ഷർട്ടാണ്. തുണി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഈ കോട്ടൺ ബ്ലെൻഡഡ് ആണ്. ആ മഞ്ഞ കളറിലെ ഷർട്ടില്ലേ, അത് പ്യുവർ റയോൺ ടൈപ്പിലെ തുണിയായിരുന്നു. ഇത് പല സൈസിലും വരുന്നുണ്ട്, സ്മോൾ, എക്സൽ അങ്ങനെ പല ടൈപ്പിലും വരുന്നുണ്ട്. ലാർജ്, ഇതൊക്കെ ലാർജ് ടൈപ്പിലെ ഷർട്ടാണ്. പിന്നെ ഇതിൽ തന്നെ കുറേ മോഡൽസുകളുണ്ട്. ഇതിൻ്റെ തുണിയില്ലേ, അതിന് നല്ല കട്ടി തോന്നിക്കുന്നുണ്ട്. ആ റെഡ് കളറിലെ ഷർട്ടിൻ്റെ തുണി അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഹാഫ് കൈയിലെ ഷർട്ടാണ്, ഹാഫ് കൈയിൻ്റെ ഷർട്ടാണ്. ഇതിൻ്റെ തുണി വന്നിട്ട് കോട്ടൺ ടൈപ്പും ഉണ്ട്, റയോൺ ടൈപ്പും ഉണ്ട്. പിന്നെ ടീഷർട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 99 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തേക്കുന്ന ഈ ടീഷർട്ടില്ലേ എൻ്റെ കയ്യിലിരിക്കണേ, അതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ വില ഒന്ന് കാണിക്കുന്നുണ്ട്, 199 എന്ന് പറഞ്ഞ് ജസ്റ്റ് വില കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ആ ഫ്രണ്ട് ഭാഗത്ത് കയറി വരുന്നിടത്ത് ഇട്ടിരുന്ന ടീഷർട്ടാണ്. ഇതിൻ്റെ വലിയൊരു കളക്ഷൻ അകത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ 149 രൂപ വരുന്ന ഷർട്ടുകളാണ്. ഷർട്ടിൻ്റെ പല കളക്ഷനും ഉണ്ട്. അവിടെ പോയി നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ. നല്ല ഒരുപാട് കളക്ഷനുണ്ട്. ഇങ്ങനെയുള്ള കടകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തെ കടയിൽ നിന്ന് ഒരു ഷർട്ട് എടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ 4-5 ഷർട്ട് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. 99 രൂപയാണ് ടീഷർട്ടിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ 140 രൂപ വരുന്ന ഷർട്ടിൻ്റെ കളക്ഷനുകളാണ് ഇത്. ഇതിൽ തന്നെ പല കളക്ഷനും ഉണ്ട്. ഫുൾ കൈ ഉണ്ട്, ഹാഫ് കൈ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് 249 രൂപ കളക്ഷനാണ്. പല റേറ്റും വരുന്നുണ്ട് ഇതിൽ തന്നെ. പിന്നെ ഗേൾസിൻ്റെ ഡ്രസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളിവിടെ ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളുണ്ട്, കുട്ടികൾക്കൊക്കെ പറ്റിയ. ആ ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കിന് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 79 രൂപ റേറ്റാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത്. പിന്നെ 59 രൂപ കളക്ഷനിലേ ഉണ്ട്. 59 സാധാ കോട്ടൻ്റെ ടൈപ്പാണ്. പിന്നെ ഫ്ലവേഴ്സൊക്കെ വരുന്ന പല മോഡൽ വരുന്നില്ലേ, ആ ഡ്രസ്സിന് റേറ്റ് വരുന്നത് 149 അങ്ങനത്തെ റേറ്റാണ് വരുന്നത്. കുട്ടികളുടെ ടൈപ്പിൽ തന്നെ മിഡി ടോപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 179 രൂപ റേറ്റാണ്. ഷർട്ട് ടൈപ്പ്, ടീഷർട്ട്, ഫ്രോക്ക് ടൈപ്പ് അങ്ങനെ ഡ്രസ്സുകൾ വരുന്നുണ്ട്. ആ ക്യൂട്ടായിട്ടുള്ള ഷർട്ടിൽ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അതിന് റേറ്റ് വരുന്നത് 149 രൂപ റേറ്റാണ്.
പിന്നെ ഇതിൽ തന്നെ ടീഷർട്ടിൻ്റെ കളക്ഷനും ഉണ്ട്. ടീഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 69 രൂപ. 69 രൂപ ടൈപ്പാണ്. അത് ഞാൻ ഇപ്പോൾ ഒരു നീല കളറിലെ ഷർട്ട് കാണിച്ചില്ല, അതിൻ്റെ കളർ കോംബോ ആണ് ഇത്. വേറൊരു കളറാണ്, ബ്ലൂ യെല്ലോ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയത് ഇതിൻ്റെ ടോപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വന്നിട്ടുള്ള റയോൺ ടൈപ്പും വന്നിട്ടുണ്ട്, പിന്നെ പോളിസ്റ്റർ ടൈപ്പും വന്നിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സാണ്. കുട്ടികളുടെ ഡ്രസ്സ് വന്നിട്ടുള്ളത് ടീഷർട്ട്, ഷർട്ട് അങ്ങനത്തെ മോഡലാണ്. ഇതെല്ലാം മിക്സഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. കുട്ടികളുടെ ഡ്രസ്സും മുതിർന്നവരുടെ ഡ്രസ്സും അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ടോപ്പിൻ്റെ ഒത്തിരി കളക്ഷനുണ്ട്, പറയാൻ പറ്റൂല, ഒരുപാട് കളക്ഷനുണ്ട്. അതുപോലെ തന്നെ ബനിയൻ ടൈപ്പിൽ ഡ്രസ്സിൻ്റെ കളക്ഷനുണ്ട്. ബനിയൻ ടൈപ്പിൽ വരുമ്പോൾ കൂടുതൽ ഫ്രോക്കുകൾ, ബനിയൻ ടൈപ്പ് ടീഷർട്ടുകൾ, ടോപ്പിൻ്റെ കളക്ഷൻ അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ തന്നെ 399 രൂപ തുടങ്ങണേ ബെഡുകളുടെ കളക്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കണം ഫ്രണ്ട്സ്. 149 രൂപ ടൈപ്പിൽ വരുന്ന ടോപ്പുകളാണ്. പിന്നെ നോക്കിയത് 249 രൂപ കളക്ഷനിലേക്കാണ്. ഇതൊക്കെ 249 രൂപ വരുന്ന കളക്ഷനാണ്. ഇതൊക്കെ കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ ആണ്. ഇത് കലങ്കാരി സെറ്റാണ്. ഇതിപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇട്ടിരിക്കുന്നതാണ്. ഇത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു ടോപ്പിൻ്റെ കളക്ഷന്, ഉള്ളിലേക്കാണ് കൂടുതൽ ശേഖരണം. ഇതൊക്കെ 199 രൂപ റേറ്റ് വരുന്ന ജഗിൻസ് ആണ്. ഇതൊക്കെ നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു, കട്ടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പലാസ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 79 രൂപ റേറ്റാണ്. 79 രൂപ മുതലാണ്. അതിൽ തന്നെ 79, 149 അങ്ങനെ പല കളക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ മിക്സഡ് ആണ് കളർ കോംബോ. ഒറ്റ കളറും വരുന്നുണ്ട്, പിന്നെ ചെക്കിൻ്റെ കളർ വരുന്നു, ചെക്കിൻ്റെ മോഡലായിട്ട് വരുന്നുണ്ട്, പിന്നെ പൂക്കളൊക്കെ ഉള്ളതുണ്ട്. പല കളക്ഷനും ഉണ്ട്. ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും നല്ല വിലക്കുറവ് ഇവിടെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുണി, ഇതിൻ്റെ ഡ്രസ്സ് വന്നിട്ടുള്ളത് റയോൺ ടൈപ്പും ഉണ്ട്, പിന്നെ പോളിസ്റ്റർ ടൈപ്പും വരുന്നുണ്ട്, ബനിയൻ ടൈപ്പും വരുന്നുണ്ട്. ഈ കാണുന്ന സ്കേർട്ടില്ലേ, അതിന് റേറ്റ് വരുന്നത് 199 രൂപയാണ്. 200 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ സ്കേർട്ട് എടുത്താൽ തന്നെ ഇതിൻ്റെ മിഡിയും ഇവിടുന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊക്കെ 99 രൂപ റേറ്റ് വരുന്ന സ്കേർട്ടാണ്. അപ്പോൾ ഇത് കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ളതാണ്. ആദ്യം എടുത്ത റയോൺ ടൈപ്പിലെ തുണിയായിരുന്നു. റയോണും അല്ല, അത് ചെറിയ ജോർജറ്റിൻ്റെ മോഡൽ ഡ്രസ്സായിരുന്നു ഫസ്റ്റിലെടുത്ത ഈ സ്കേർട്ടില്ലേ, പാവാട ടൈപ്പ്. ഈ പലാസേൻ്റെ സെറ്റിലെ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപ റേറ്റാണ്. ഇത് ബനിയൻ ടൈപ്പിലെ ജീൻസ് ടൈപ്പാണ്. ബനിയൻ ടൈപ്പിലാണ്, ജീൻസിൻ്റെ തുണിയല്ല, എന്നാൽ ഇത് നല്ല കട്ടി തോന്നിക്കുന്നുണ്ട്. ബനിയൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് ജീൻസിൻ്റെ കളക്ഷനിലേക്കാണ്. ജീൻസിൻ്റെ റേറ്റ് തുടങ്ങുന്നത് 499 രൂപയാണ്. 300 രൂപ ടൈപ്പിൽ വരുന്നതുകൊണ്ട് 299 രൂപ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നതുകൊണ്ട്. പിന്നെ ഇതൊക്കെ 500 രൂപ കളക്ഷനാണ്. ജീൻസിൻ്റെ തന്നെ പല മോഡലും ഉണ്ട്. ഇത് പലാസ മോഡലിൽ വരുന്ന ജീൻസാണ്. പിന്നെ ഇവിടെ തന്നെ കാർഗോ ടൈപ്പ് വരുന്നുണ്ട്, കാർഗോസ് ടൈപ്പ് ജീൻസ് വരുന്നുണ്ട്, പിന്നെ സാധാ മോഡൽ ജീൻസ് വരുന്നുണ്ട്, പിന്നെ 5 ബട്ടൻ്റെ ജീൻസ്, അങ്ങനെ പല ടൈപ്പും വരുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ജീൻസിൽ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 500 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കുറേ കളറുകളും ഉണ്ടായിരുന്നു. ഹാഷ് കളർ, ബ്ലൂ കളർ, ബ്ലാക്ക് കളർ, അങ്ങനെ പല കളറുകളിലും വരുന്നുണ്ടായിരുന്നു. ഈ നേവി ബ്ലൂ പാൻറ്റില്ലേ, ഇതിനൊക്കെ റേറ്റ് വരുന്നത് 500 രൂപ റേറ്റാണ്. ഞങ്ങൾ പോയപ്പോൾ ഒരു 5 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തിരക്കൊക്കെ ഉള്ളായിരുന്നു. പിന്നെ രാവിലെയൊക്കെയാണ് നല്ല തിരക്ക് വരുന്നത്, ഉച്ചയ്ക്ക് ആ ടൈമിലൊക്കെയാണ് നല്ല തിരക്ക് വരുന്നത്. ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 199 രൂപ റേറ്റാണ്. ഇവിടെ തന്നെ കുറേ കളക്ഷനുണ്ട്. ഇതൊക്കെ ഈ ന്യൂജനായിട്ടുള്ള ടീഷർട്ടല്ലേ, അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മോഡൽ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരോട് ഗേൾസിൻ്റെ ടൈപ്പ് വരുന്നുണ്ടോ, അപ്പോൾ പറഞ്ഞില്ല, ബോയ്സ് ജെൻസിൻ്റെ ടൈപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. വീഡിയോ തുടക്കം മുതൽ തന്നെ തീരുന്നിടം വരെ നമ്മളെടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇവർ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവണ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് എടുക്കാനും ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഇവർ നമുക്ക് കുറേ ഷർട്ടുകളും ജീൻസിൻ്റെ കളക്ഷനും ഒക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ ക്യൂട്ടായിട്ടുള്ള ജീൻസിൻ്റെ റേറ്റ് വരുന്നത് 499 രൂപയാണ്. 500 രൂപ റേറ്റാണ് വരുന്നത്. ഇവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ കാണുന്ന ബെഡിൽ ഇതിനാണ് 399 രൂപ റേറ്റ് വരുന്നത്. 400 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്. ഇവരുടെ അടുത്ത് തന്നെ ബെഡ്ഷീറ്റ്, ബെഡ്, പില്ലോ കവർ അങ്ങനെ സെറ്റോടെ വരുന്നുണ്ട്. ബ്ലാങ്കറ്റിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് തന്നെ 99 രൂപ റേറ്റാണ്. ഈ കാണുന്ന ബ്ലാങ്കറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് 500 രൂപ റേറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തു പോകുന്നേ ഉള്ളൂ. കുറേ ഉണ്ട്, നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒറ്റ പാർട്ടി തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. ഈ കാണുന്ന
ബ്ലാങ്കറ്റിൽ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 249 രൂപ റേറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ കുറേ കളക്ഷനുണ്ട്. ഒറ്റ കളറുണ്ട്, മിക്സഡ് കളർ വരുന്നതുണ്ട്, അങ്ങനെ കുറേ കളക്ഷനുണ്ട്. ബ്ലാങ്കറ്റിന് നല്ല കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തുണി വന്നിട്ടുള്ളത് ചെറിയ പോളിസ്റ്ററും കൂടെ മിക്സഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് ആവുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബ്ലാങ്കറ്റ് നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ 99 രൂപ ടൈപ്പിൽ വരുന്ന ടീഷർട്ടുകളും ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ 99 രൂപ റേറ്റ് വരുന്ന ബ്ലാങ്കറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്റ്റാഫാണിത്. ഞങ്ങളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നമ്മളോട് നല്ല ബിഹേവ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന ചവിട്ടിക്കൊക്കെ റേറ്റ് വരുന്നത് 19 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് 19 രൂപയാണ്. 20 രൂപ 1 രൂപ കുറവുണ്ട്, 20-ന് 1 രൂപ കുറവുണ്ട്. പിന്നെ ഇതൊക്കെ 19 രൂപ റേറ്റ് വരുന്ന ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ കുറേ മോഡൽസും ഉണ്ട്, ഒറ്റ കളറിൽ വരുന്നുണ്ട്, മിക്സഡായിട്ട്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ. പിന്നെ ഇതൊക്കെ 49 രൂപ റേറ്റ് വരുന്നതാണ്. പിന്നെ 49 രൂപ റേറ്റ് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് 69 രൂപ റേറ്റാണ്. ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സാണ്, 69 രൂപ റേറ്റ് മുതൽ തുടങ്ങുന്നത്. ഇവിടെ ടീഷർട്ട്, ഷർട്ട്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ കളക്ഷനുകളാണ്. പിന്നെ ടോപ്പിൻ്റെ കളക്ഷൻ അങ്ങനെയൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ 79 രൂപ മുതലുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഇതിൽ തന്നെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ്, പിന്നെ ഫ്രോക്ക് ടൈപ്പ് കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ. അത് കഴിഞ്ഞാൽ പിന്നെ 99, 89, 79 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളടത്ത് പോകുമ്പോൾ നമ്മൾ ഒത്തിരി തിരഞ്ഞെടുത്ത് നോക്കുമല്ലോ. അതിങ്ങനെ വന്ന കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തന്നെ ഷോർട്ടിൽ തന്നെ ജീൻസിൻ്റെ ടൈപ്പിലെ ഷോർട്ട്സും വരുന്നുണ്ട്. ഇതൊക്കെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പറ്റി ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 79, 69 രൂപയാണ്. സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 69 രൂപ റേറ്റാണ്. പിന്നെ ഈ കാണുന്ന ബെഡ്ഷീറ്റില്ലേ, അത് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് പല റേറ്റും വരുന്നുണ്ട്, 149, 249, 500 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. 139 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ആദ്യം ഓപ്പൺ ചെയ്ത് കാണിച്ച ബെഡ്ഷീറ്റിൽ അതിന് റേറ്റ് വന്നിട്ടുള്ളത് 139 രൂപ റേറ്റാണ്. ഈ ബെഡ്ഷീറ്റിൻ്റെ കൂടെ തന്നെ പില്ലോ കവറും ആഡഡ് ആണ്. അപ്പോൾ നമുക്ക് പില്ലോ കവർ മുറിച്ച് മാറ്റിയാൽ മതി. പിന്നെ ഈ കട്ടിയുള്ള ഈ ബെഡ്ഷീറ്റില്ലേ, ഈ AC-യിലൊക്കെ ഉപയോഗിക്കുന്ന കംഫർട്ടറില്ലേ, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതിന് റേറ്റ് വന്നിട്ടുള്ളത് 499 രൂപയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടി ഉണ്ടായിരുന്നു, ഈ കംഫർട്ടറിനൊക്കെ നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. 99 രൂപ റേറ്റ് വരുന്ന ചവിട്ടിയുണ്ട്. 99 രൂപ റേറ്റ് വരുന്ന ചവിട്ടി അത്യാവശ്യം വലിപ്പമൊക്കെ തോന്നിക്കുന്നുണ്ട്, അതുപോലെ എക്സ്ട്രാ നല്ല കട്ടിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. ഈ 19 രൂപ പറഞ്ഞ റേറ്റ് വരുന്ന ചവിട്ടിയൊക്കെ ക്യൂട്ടായിട്ടുള്ള ചവിട്ടിയാണ്. നമുക്കത് നല്ല സ്പോഞ്ചിയാണ്. ഈ ചവിട്ടിക്ക് റേറ്റ് വന്നിട്ടുള്ള 79 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് നിലത്തൊക്കെ ഇടണ വലിയ ചവിട്ടിയില്ലേ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതിലേക്കാണ് നോക്കിയത്. ക്യൂട്ടായിട്ടുള്ള അതിന് റേറ്റ് വന്നിട്ടുള്ളത് 99 രൂപ റേറ്റാണ്. പിന്നെ പില്ലോൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നേ, പില്ലോസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ തീരാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഓപ്പൺ ആയ ടൈമിൽ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ തീരാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് സെറ്റിയിലൊക്കെ ഇടുന്ന കവറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് റേറ്റ് 39 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കളക്ഷനുണ്ട്. റെഡി വരുന്ന കളക്ഷനുണ്ട്, വൈറ്റ് വരുന്ന കളക്ഷനുണ്ട്, ചന്ദന കളർ, അങ്ങനെ കുറേ കളക്ഷനുണ്ട്. ഈ ക്യൂട്ടായിട്ടുള്ള കർട്ടനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 199 രൂപ റേറ്റാണ്. കർട്ടൻ്റെ കളക്ഷൻ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാ കളക്ഷനും കൂടുതലായിരുന്നു. പിന്നെ ഇതൊക്കെ സെറ്റിയിലിടുന്ന കവറിൻ്റെ കളക്ഷനാണ്, അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ടർക്കിക്ക് റേറ്റ് വന്നിട്ടുള്ളത് 59, 79 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. പിന്നെ 99 രൂപ മുതലാണ് ഈ കാണുന്ന ഇന്നർ വെയേഴ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത്. ഇന്നർ വെയേഴ്സിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് 299 രൂപ മുതൽ തുടങ്ങണ ഈ ഡബിൾ കോട്ടിൻ്റെ മുണ്ടിലേക്കാണ്. അപ്പോൾ സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള മുണ്ടുകളായിരുന്നു. മുണ്ടിൻ്റെ കളക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കൈലി അങ്ങനത്തെ കളക്ഷനാണ്, കാവിക്കൈലി. പിന്നെ ഇതിൽ തന്നെ പോളിസ്റ്ററിൻ്റെ കൈലി വരുന്നുണ്ട്, കോട്ടൺ കൈലി വരുന്നുണ്ട്, അങ്ങനെ പല മോഡലിലെ കൈലികൾ വരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ റേറ്റ് പലതിനും പല റേറ്റാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 99 രൂപയാണ്. പിന്നെ ഈ നൈറ്റി തുണിയില്ലേ, ഇത് നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. നൈറ്റി തയ്ക്കണ അവർക്ക് ടൈലറിങ് അറിയുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ നൈറ്റി തുണി. അപ്പോൾ 99 രൂപ കൊടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ
നമുക്ക് കുറേ നൈറ്റിയൊക്കെ തയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരു നൈറ്റി തുണിയിൽ നിന്ന് തന്നെ നമുക്ക് 2 നൈറ്റിയൊക്കെ തയ്ക്കാൻ പറ്റൂല ഫ്രണ്ട്സ്. അപ്പോൾ അറിയാവുന്ന ഫ്രണ്ട്സ്, ടൈലറിങ് അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനൊക്കെ ഈ പാവാടയ്ക്കൊക്കെ റേറ്റ് വരുന്നത് 69 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഷോർട്ട് ഡ്രസ്സിനൊക്കെ പലതിനും പല റേറ്റ് ഉണ്ട്. 69, 99 രൂപ അങ്ങനെയൊക്കെ പല റേറ്റും വരുന്നുണ്ട്. 69 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. 99 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ഷാളിൻ്റെ കളക്ഷനുണ്ട്. ഷാളിൻ്റെ കളക്ഷനും വരുന്നുണ്ട്. ഷാളിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. ഇതിൽ തന്നെ കോട്ടന്, പോളിസ്റ്റർ അങ്ങനെ പല മോഡലിലും വരുന്ന കളക്ഷനുകളുണ്ട്. കളറുകളും അതുപോലെ പല കളറിലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചുരിദാറിനൊക്കെ പറ്റിയ ചുരിദാർ, ഫർദ, നൈറ്റീസ് അതിനൊക്കെ പറ്റിയ ഷാളുകളൊക്കെ ഇവിടെ പോയാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഡ്രസ്സിലെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള 399 രൂപയാണ്. റെഡ് കളറിലെ ടോപ്പിൻ്റെ തുണി വന്നിട്ടുള്ള റയോൺ ടൈപ്പാണ്. ബാക്കിയൊക്കെ കോട്ടൺ ടൈപ്പിലുമാണ് വരുന്നത്. ഇതിനൊക്കെ 139 രൂപ റേറ്റാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത്. ഡ്രസ്സിനൊക്കെ പറ്റിയ ക്രോപ്പായിട്ടുള്ള ടീഷർട്ടുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 169 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ടോപ്പിൻ്റെയൊക്കെ അതിമനോഹരമായ ശേഖരം തന്നെ ആയിരുന്നു ഇവിടെ ഉള്ളത്. കുറേ കളക്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് പിന്നെയും പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ടോപ്പിൽ തന്നെ ആലിയക്കട്ടിൻ്റെ ടോപ്പും വരുന്നുണ്ട്, പിന്നെ സാധാ ടൈപ്പ് വരുന്നുണ്ട്, അമ്പർല കട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്. ഇത് 200 രൂപ റേറ്റ് വരുന്നതാണ്. ഈ കാണുന്ന ടീഷർട്ടിന് റേറ്റ് വന്നിട്ടുള്ള ഇതൊക്കെ 249 രൂപ കളക്ഷനാണ്. ആ ബ്ലൂ കളറിലുള്ള ടീഷർട്ടിന് റേറ്റ് വന്നിട്ടുള്ളത് 249 രൂപ റേറ്റാണ്. ഷോർട്ടായിട്ടുള്ള ജീൻസിൻ്റെ പാൻറ്റുകളും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 249, അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. ചെരുപ്പൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 149 രൂപയാണ്. അപ്പോൾ 149ൻ്റെ ഒത്തിരി കളക്ഷനുകളുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയാൽ തന്നെ കുറേ കളക്ഷനുകളുണ്ട്. ഇതൊക്കെ 99 രൂപ റേറ്റിലാണ് ഈ ചെരുപ്പൊക്കെ തുടങ്ങുന്നത്. 99 രൂപ റേറ്റ് പറഞ്ഞ ചെരുപ്പ് പ്ലാസ്റ്റിക് ടൈപ്പിലെ ചെരുപ്പാണ്. 169 രൂപ ടൈപ്പ് പറഞ്ഞത് നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ചെരുപ്പാണ്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അതുപോലെ കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. ചെരുപ്പിനൊക്കെ നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റുന്ന മോഡൽ ചെരുപ്പുകളും ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ചെരുപ്പിൽ കൂടുതൽ കളക്ഷൻ തോന്നിച്ചത് ഗേൾസിൻ്റെ ടൈപ്പിലെ ചെരുപ്പുകൾക്കാണ് കൂടുതൽ കളക്ഷൻ തോന്നിച്ചത്. ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 69 രൂപ റേറ്റാണ്. പിന്നെ മുസല്ല എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് റേറ്റ് പറഞ്ഞത് 179 രൂപയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈ മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ കുട അങ്ങനത്തെ ടൈപ്പും ഉണ്ടായിരുന്നു. കുടയിൽ തന്നെ കുറേ കളറുകളുണ്ടായിരുന്നു, കളറിൻ്റെ ടൈപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ഈ പില്ലോസില്ലേ ഇതിന് റേറ്റ് പറഞ്ഞത് 79 രൂപ റേറ്റാണ്. അതിൽ തന്നെ ഫ്രൂട്ടി, ലേസ് അങ്ങനത്തെ മോഡൽ വരുന്ന പില്ലോസാണ്. ഉപകരണ സാധനങ്ങളിലേക്ക് വരുമ്പോൾ ഏതെടുത്താലും 20 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെടുത്താലും 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഇവർ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് റേറ്റ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏതെടുത്താലും 200 രൂപ റേറ്റാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിച്ച കാര്യമെന്ന് വെച്ചാൽ ഡ്രസ്സിൽ നല്ല വിലക്കുറവ് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുപകരണ സാധനങ്ങളിലേക്കാളും നമുക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയത് വീട്ടിലെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്കാണ്. വീട്ടുപകരണ സാധനങ്ങൾ അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ 3 ലോഷൻ വന്നിട്ടുള്ള 120 രൂപ റേറ്റാണ്. പ്ലാസ്റ്റിക് ടൈപ്പിലേക്ക് വരുമ്പോൾ പാത്രങ്ങൾക്കൊക്കെ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ 100 രൂപ റേറ്റാണ്, 110 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന പേഴ്സിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. വലിയ പേഴ്സിലേക്ക് വരുമ്പോൾ 180, 200 അങ്ങനെ റേറ്റാണ് വരുന്നത്. ആ ചെറിയ പേഴ്സിലെ അതിന് റേറ്റ് വന്നിട്ടുള്ള 100 രൂപയാണ്. ഇതാണ് 180 രൂപയുടെ ബാഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് 180 രൂപ റേറ്റ് വരുന്നത്. ഇതൊക്കെ 249 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. പിന്നെ 5 ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ 5 ഗ്ലാസ് വരുന്നത് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതിൽ 3 ഗ്ലാസ്സിനാണ് 100 രൂപ റേറ്റ് വരുന്നത്. ഇത് 4 ഗ്ലാസ്സിനും 100 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ വലിയ ഗ്ലാസ്സിലെ ഇത് 2 ഗ്ലാസ്സിനാണ് 100 രൂപ റേറ്റ് ഒരു പറഞ്ഞത്. പിന്നെ ഈ ഗ്ലാസ്സിന് റേറ്റ് വന്നിട്ടുള്ള 150 രൂപ റേറ്റാണ്. ഇതിന് 6 പീസ് വരുന്നത് 200 രൂപ റേറ്റാണ്. ഇവരുടെ അടുത്ത് തന്നെ വലിയ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ഈ ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞത് 250 അങ്ങനെ 300, 400 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. ബാഗിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ട്. ലെതർ ടൈപ്പ് വരുന്നുണ്ട്, തുണി ടൈപ്പ് വരുന്നുണ്ട്, അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ വരൂലേ, എന്നാൽ പ്ലാസ്റ്റിക് അല്ലാതെ ലെതർ ടൈപ്പ് പോലെ ആയിരിക്കും. അങ്ങനത്തെ മോഡൽ ബാഗുകൾ അങ്ങനെയൊക്കെ ആ ടൈപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ടോയ്സ് ഉണ്ട്. കുട്ടികളുടെ ടോയ്സിന് റേറ്റ് വന്നിട്ടുള്ള ചെറിയ പാവയ്ക്കൊക്കെ റേറ്റ് പറഞ്ഞാൽ 120 രൂപ റേറ്റാണ്.
ഇതിലേത് കമ്മലെടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കമ്മലിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ബാൻഡിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 10 രൂപ റേറ്റാണ്. അപ്പോൾ അത് സെറ്റോടെ ഉണ്ട്, അല്ലാതെ നമുക്ക് ഓരോ പീസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ പാത്രങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയ കളക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. വീട്ടുപകരണ സാധനങ്ങൾ ചെറിയ കളക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. പല റേറ്റാണ്. ഈ പ്ലേറ്റിന് റേറ്റ് പറഞ്ഞത് 200, 150 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന പ്ലേറ്റിനൊക്കെ ഒരെണ്ണത്തിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. 40, 30 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. 5 പ്ലേറ്റിന് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. ഇത് ചെറിയ പ്ലേറ്റാണ്. ഇതിൽ തന്നെ കുറേ കളർ കളക്ഷനുകളുണ്ടായിരുന്നു. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കുറേ കളർ കോംബോ വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കളറിലെ ബൗളില്ലേ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപ റേറ്റാണ്. ജഗ്ഗിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ 100 രൂപ റേറ്റാണ് ഒരു ജഗ്ഗിന് അവർ പറഞ്ഞത് തന്നെ. അപ്പോൾ ജഗ്ഗിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. കളറിൽ തന്നെ ഒറ്റ കളറുണ്ട്, പിന്നെ വൈറ്റിൽ തന്നെ കളർ കോംബോ വരുന്ന ജഗ്ഗുകളുണ്ട്. പിന്നെ ഈ പാത്രങ്ങളില്ലേ, ഈ കാണുന്ന പാത്രങ്ങൾ, അതിനൊക്കെ റേറ്റ് പലതിനും പല റേറ്റാണ്. 100, 150, 200 അങ്ങനെ റേറ്റാണ് വരുന്നത്. ഒരിടത്ത് തന്നെ സെറാമിക്കിൻ്റെ പാത്രമുണ്ട്, പിന്നെ കുപ്പി ഗ്ലാസ് ഇല്ലേ, ഗ്ലാസ് ടൈപ്പ് വരുന്ന അങ്ങനത്തെ ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട്. ഈ ചെറിയ പാത്രത്തിന് റേറ്റ് വരുന്നത് 120 രൂപ റേറ്റാണ്. ഈ കുപ്പീൻ്റെ ഗ്ലാസ് ഇല്ലേ, അതിന് റേറ്റ് വന്നിട്ടുള്ള 80 രൂപയാണ്. ഇത് ജ്യൂസ് ഗ്ലാസ് ആണ്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഈ കാണുന്ന ഗ്രില്ലില്ലേ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 250 രൂപ റേറ്റാണ്. പിന്നെ ഈ കാണുന്ന പ്ലേറ്റ്, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപ റേറ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ വിലയും കാര്യമൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ വിലയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നോക്കി പോയാൽ മതി. കുറേ ടിന്നിൻ്റെ കളക്ഷനുകളുണ്ടായിരുന്നു, കൂടുതൽ ടിന്നിൻ്റെ കളക്ഷനായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പാത്രത്തിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. നമുക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പിലെ പാത്രമാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് തോന്നുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്. നമ്മൾ അടുക്കളയിലൊക്കെ ഈ കറി പൗഡറൊക്കെ ഇട്ട് വെക്കൂലേ, മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കണ ക്യൂട്ടായിട്ടുള്ള പാത്രത്തിന് റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. പാത്രത്തിന് റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. ഇതിന് 150 രൂപ റേറ്റാണ് വന്നിട്ടുള്ളത്. ഈ മഹാമേള കൂടുതൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വെറുതായിട്ട് തോന്നിച്ചിട്ടുള്ളത് നമുക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻ തന്നെയാണ്. ടോപ്പിൻ്റെ ആയാലും ഷർട്ടിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല കളക്ഷനും ഉണ്ട്, അതുപോലെ നല്ല റേറ്റ് കുറവും ഉണ്ടായിരുന്നു. വീട്ടുപകരണ സാധനങ്ങൾ പിന്നെ ജസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് പോയെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മഹാമേളയുടെ ലൊക്കേഷൻ വരുന്നത് തിരൂർ താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റായിട്ടാണേ. താങ്ക് യു.